ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഓഗസ്റ്റ് 19 ഴാങ് യൂതേ, ജോൺ യൂഡ്സ് എന്നും പറയും. ഫ്രഞ്ചുകാരനാണ്. ഇസഹാക്ക് മർത്ത യൂഡ്സ് ദമ്പതികളുടെ മകനാണ് ഴാങ് യൂതേ. 1625 വൈദ്യപട്ടം സ്വീകരിച്ചത്. പക്ഷെ പെട്ടെന്ന് ബാധിച്ച രോഗനിമിത്തം 1 വർഷം കട്ടിലിൽ കിടപ്പായി. രോഗം ഭേദമായപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കാനുള്ള ഒരു നിയോഗം ഏറ്റെടുത്തു. 1627 1631 പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ, മഹാമാരി ഉണ്ടായപ്പോൾ യൂഡ്സ് രോഗികളെ ശുശ്രൂഷിക്കാനായി എല്ലാം മറന്ന് എത്തി. 32 വയസ്സ് മുതൽ ഇടവക പ്രേക്ഷിതൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പാരിഷ് മിഷനറി. സാധാരണ അച്ഛന്മാരോട് ചോദിക്കും, അച്ഛൻ ഇടവക വൈദികനാണോ മിഷണറി വൈദികനാണോ? ഇദ്ദേഹം ഇടവക വൈദികനും മിഷണറി വൈദികനുമായിരുന്നു. പാരിഷ് മിഷണറി, ഇടവക പ്രേക്ഷിതൻ. അങ്ങനെയാണ് വേണ്ടത്. എല്ലാ ഇടവക വൈദികരും പ്രേക്ഷിത വൈദികരായിരിക്കണം. എല്ലാ പ്രേക്ഷിതരും അത്യാവശ്യം അജപാലന ശുശ്രൂഷയും ചെയ്യണം. ഇടവകയിൽ അജപാലനമാണല്ലോ. അദ്ദേഹം ഇടവകളിൽ സുവിശേഷം പ്രഘോഷിക്കുന്നു എന്ന നിലയിലാണ് പാരിഷ് മിഷനറി എന്നറിയപ്പെട്ടത്. 100ഓളം ഇടവകളിലാണ് അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചത് അക്കാലത്ത്, 17ാം നൂറ്റാണ്ടിൽ. പലയിടത്തും അദ്ദേഹം പോയപ്പോൾ വേശ്യകളെ കണ്ടു. ഈ നിവൃത്തികേട് കൊണ്ടും ചതിയിൽപ്പെട്ടും ഒക്കെ വേശ്യകളായി തീർന്നവർ. അവരെ അധിവസിപ്പിക്കാനായിട്ട് അദ്ദേഹം ഒരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്തു. സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് ചാരിറ്റി ഓഫ് ദ റെഫ്യൂജ്. വിസിറ്റേഷൻ മഠത്തിൽ 3 കന്യാസ്ത്രീകളാണ് ആദ്യം അച്ഛനെ സഹായിക്കാനായിട്ട് എത്തിയത്. പിന്നെ വൈദികരുടെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമായി മറ്റൊരു സമൂഹത്തിന് രൂപം കൊടുത്തു. കോൺഗ്രിഗേഷൻ ഓഫ് ജീസസ് ആൻഡ് മേരി. അവർ യൂഡിസ്റ്റ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അൽമാരുടെ ആത്മീയ ആവശ്യങ്ങളെല്ലാം കാര്യക്ഷമമായി നിറവേറ്റാൻ അദ്ദേഹം ആരംഭിച്ച മറ്റൊരു സമൂഹമാണ് ദ സൊസൈറ്റി ഓഫ് ദ മോസ്റ്റ് അഡ്മയറബിൾ മദർ. ഇവരെല്ലാം ഇപ്പോൾ അറിയപ്പെടുന്നത് യൂഡ്സിൻ്റെ കുടുംബം എന്നാണ്, യൂഡ്സ് ഫാമിലി. വിൻസെൻ്റ് ഫെറർ എന്ന വിശുദ്ധന് ശേഷം ഫ്രാൻസ് കണ്ട ഏറ്റവും വലിയ പ്രേക്ഷിതൻ ആയിരുന്നു ജോൺ യൂഡ്സ്. യേശുവിൻ്റെ പരിശുദ്ധ ഹൃദയം, മറിയത്തിൻ്റെ വിമല ഹൃദയം എന്നിവയെക്കുറിച്ച് ധാരാളം കീർത്തനങ്ങളും പ്രാർത്ഥനകളും രചിച്ചു. വലിയ ഭക്തനായിരുന്നു അദ്ദേഹം. ലിയോ 13 1903 അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് യേശുവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൻ്റെയും മറിയത്തിൻ്റെ വിശുദ്ധ ഹൃദയത്തിൻ്റെയും ആരാധനാക്രമത്തിൻ്റെ രചയിതാവ് എന്നാണ്. ദ ഓഥർ ഓഫ് ദ ലിറ്റർജിക്കൽ വർഷിപ്പ് ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ആൻഡ് ദ ഹോളി ഹാർട്ട് ഓഫ് മേരി. ഈ ഫ്രാൻസിലെ ഇപ്പോഴത്തെ കത്തോലിക്ക സഭ, ക്രിസ്ത്യാനിറ്റി തന്നെ ഒരല്പം ഭീഷണിയെ നേരിടുന്ന ഒരു കാലയളവാണ്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം ഫ്രാൻസിന് മുകളിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ. വിശുദ്ധരെ അവരുടെ ഓർമ്മ സുവിശേഷം പ്രഘോഷിക്കുന്ന സ്ഥലത്തെല്ലാം ഓർമ്മിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മാർക്കോസ് 14:9. വിശുദ്ധർ സ്വർഗത്തിൽ ലിറ്റർജിയിൽ പങ്കെടുക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ വിശുദ്ധരുടെ ലിറ്റർജിയോട് ചേർന്നാണ് നമ്മൾ ലിറ്റർജി, കുർബാന, അതുപോലെ ലിറ്റർജികളൊക്കെ അർപ്പിക്കുന്നത്. അതിനാൽ ഈ ഴാങ് യൂതേ എന്ന് പറഞ്ഞ വിശുദ്ധനോടൊപ്പം ഇന്ന് സ്വർഗത്തിലെ നമ്മുടെ കൂട്ടുകുടുംബത്തിലെ മറ്റ് വിശുദ്ധരെ അവരെയും കൂടി നമുക്ക് നോക്കാം. അഞ്ചല ഓഫ് അക്വപഗാന, ആൻഡ്രൂ ദ ട്രിബ്യൂണ, ബാദുൾഫ് ഓഫ് ഐനായി, ബർത്തലോമിയോ ഓഫ് സിമേരി, ബർത്തുൾഫ് ഓഫ് ലുക്സേൽ, കൽമിനിയൂസ്, ലിഥാൻകുസ്, ക്രദാൻ ഓഫ് എവഷാം, ദമിയാനുസ്, ഡൊനാത്തുസ് ഓഫ് മൗണ്ട് യൂറ, എലാഫ്യൂസ് ഓഫ് ഴാലോം, എസക്കിയേൽ മൊറേനോ ഇദിയാസ്, ഫ്ലാവിയൻ ഓഫ് ടുലോൺ, ഗ്വേനീനുസ്, ഗ്വേറിക്കുസ്, ഹ്യൂഗ് ഗ്രീന, ഇതാലോ, യോർദാൻ ഓഫ് പീസ, യൂലിസ് ഓഫ് റോം, ലിയോ II ഓഫ് കാവ, ലൂയിസ് ഓഫ് തുളൂസ്, മഗീൻ ഓഫ് തറാഗോന, മാഞ്ഞുസ് ഓഫ് അനാഗ്നി, മാഞ്ഞുസ് ഓഫ് അവിഞ്ഞോൺ, മാഞ്ഞുസ് ഓഫ് കിനേയോ, മാദ്രിയേർ ഓഫ് തുലോൺ, മരിയാനുസ് ഓഫ് എൻട്രീഗുവേസ്, മരീനുസ് ഓഫ് ബസാലു, മിഹേലെ സൊറിയാനോ,
Mokhta, Namadi of Marshat, Rufinus of Manduva, Sarah of the Matriarch, Sebaldus, Sixtus III Pope, Thecla of Caesarea, Timothy of Gaza, Martyrs of Nagasaki, 15 പേര് beatified. Martyred in the Spanish Civil War, martyred Carmelite Sisters of Charity, 9 പേര് beatified. Martyred Salesians of Ciudad Real, 8 പേര് beatified. Martyred Subiaco Benedictines of Barcelona, 7 പേര്. Andre Pradas Lajos, Anthony Pedro Minguela, Damian Gomez Jimenez, Francisco de Paula Ibanez, Gregorio Martos Munoz, Jovan Villa Coloma, Joseph Vilalta Zaumella, Juan Cano Gomez, Miguel Sagre Fernaguera, Pascual Esquin Ferreira, Santiago Calero Redendo, തോമസ് സിദിയാർ ഫോർത്തിയ. ഈ സ്വർഗത്തിലെ കൂട്ടുകുടുംബത്തോടൊപ്പം അവരുടെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ഈ മാലാഖയുടെ കയ്യിലെ ധൂപക്കുറ്റിയിൽ നിന്ന് പുക ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർന്നതോടൊപ്പം ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകളും നമുക്ക് വേണ്ടി ഉയരട്ടെ. അങ്ങനെ സ്വർഗത്തിലെ കൂട്ടുകുടുംബത്തോടൊപ്പം നിത്യർത്തിയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൊണ്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.